നടൻ കൃഷ്ണപ്രസാദിനെതിരെ പോലീസ് കേസ്. തന്നെ മർദ്ദിച്ചത് സിനിമാ താരം കൃഷ്ണപ്രസാദും സഹോദരനുമെന്ന് മർദ്ദനമേറ്റ ഡോക്ടർ ശ്രീകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. തന്റെ ഭൂമിയിൽ നിർമ്മാണം നടത്താൻ സഹോദരങ്ങൾ സമ്മതിക്കുന്നില്ല. ഗുണ്ടായിസമാണ് നടത്തുന്നതെന്നും ഡോക്ടർ ശ്രീകുമാർ പറഞ്ഞു. സിനിമാ താരം കൃഷ്ണപ്രസാദും സഹോദരനും BJP കൗൺസിലറുമായിട്ടുള്ള കൃഷ്ണകുമാരൻ ചേർന്ന് ഡോക്ടറെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ഡോക്ടർ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത്. അദ്ദേഹം ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ഡോക്ടറെ സംഭവം? ചങ്ങനാശ്ശേരിയിൽ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീട് പണിയാനായിട്ട് പെർമിറ്റ് വാങ്ങിച്ചിട്ട് അവിടെ ഭൂമി നിരപ്പാക്കുന്ന പരിപാടികൾ, അതിന് റീറ്റെയിനിങ് വാൾ കെട്ടുന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഈ കൃഷ്ണപ്രസാദും കൃഷ്ണകുമാറും അവിടെ വില്ലേജ് ഓഫീസറും അസിസ്റ്റൻറ്റും കൂടെ അവിടെ വന്നിട്ട് അവരവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യാദൃശ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പം നേരത്തെ അവർക്ക് അതിലൂടെ ഒരു ഓട പണിയണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ അവർ ഉന്നയിച്ച് മുനിസിപ്പാലിറ്റിയിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. ഇവർ രണ്ടുപേരും അവിടെ കുറച്ച് നാട്ടുകാരെയും കൂടെ ചേർത്തിട്ട്. അപ്പം നമ്മളതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിലെ വെള്ളം വഴിയിലോട്ട് വിട്ട് പിന്നെ ആ വഴി കെട്ടിക്കിടക്കുന്ന വെള്ളം ഞങ്ങളുടെ പറമ്പിലോട്ട് അവർ നേരത്തെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മതിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ശലം ബുദ്ധിമുട്ടായി, എന്നാലും മതിലിനടിയിൽ കൂടെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. അപ്പം അതായിരിക്കും ഇവർ അവിടെ ഈ താലൂക്കിൽ പരാതി കൊടുത്തിട്ട് ഇവർ പരിശോധിക്കാൻ വന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇവർ പരിശോധിച്ചിങ്ങനെ ഈ കൃഷ്ണപ്രസാദ് ചില ശരിയല്ലാത്ത കാര്യങ്ങൾ, അതായത് ഞങ്ങൾ ആ സ്ഥലം കയ്യേറിയതാണെന്നും അത് അവിടെ ഓട പണിയാനായിട്ട് ഇരുന്നതാണെന്നും എല്ലാം സെറ്റാക്കിയതാണെന്നും ഒക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാനത് വീഡിയോ എൻ്റെ മൊബൈലിലെത്തി പകർത്തി. അപ്പം മൊബൈലിൽ പകർത്തിയപ്പോഴത്തേക്ക് അവർക്ക് അത് ബുദ്ധിമുട്ടായി തീർന്നത്. ഇവർ അസഭ്യവർഷം നടത്തി ആക്രോശിച്ച് അവിടത്തേക്കും വില്ലേജ് ഓഫീസർ അവിടെ നോക്കിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കാനായിട്ട് പുറകെ പോകുമ്പോൾ ഈ കൃഷ്ണപ്രസാദ് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ തലക്കിട്ടൊരു അടി അടിച്ചു. കുട കൊണ്ട്, കയ്യിൽ കുടയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പുള്ളി പറയുന്നുണ്ട്, എടാ ഇപ്പം വേണ്ട എന്ന് ചേട്ടൻ അനിയനോട് പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഗേറ്റിൻ്റെ വെളിയിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കഴുത്തിൻ്റെ പുറകിലും തോളത്തും പുറത്തും മുഖത്തും ഒക്കെ ആ കുട കൊണ്ട് പുള്ളി ആഞ്ഞടിച്ച് എൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോയി. എൻ്റെ മൂക്കിനിട്ട് അടി കിട്ടി. അതിൻ്റെ കൂടെ കൃഷ്ണകുമാറിൻ്റെ വക രണ്ടടിയും കൂടെ എനിക്കിട്ട് കിട്ടി. അപ്പോഴത്തേക്കും ഈ നമ്മുടെ വില്ലേജ് ഓഫീസറും അസിസ്റ്റൻറ്റും അവരെ പിടിച്ച് മാറ്റി എന്നെ തള്ളി ഗേറ്റിനകത്താക്കി ഗേറ്റടച്ചു. അപ്പം ഡോക്ടർ പിന്നീട് ചികിത്സ ഇടുകയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് നേരെ എനിക്ക് വയ്യാതായിരുന്നു. അപ്പം ഞാൻ നേരെ താലൂക്ക് ഓഫീസിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഡോക്ടറെ കണ്ട്, ഡോക്ടർ മരുന്നെല്ലാം തന്നു. അത് കഴിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അവർ വേണ്ടത് ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിലെത്തി. എനിക്ക് തലവേദനയും ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാനിവിടെ ഭാരത് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കണ്ട് തല CT സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൂക്കിൻ്റെ പാലത്തിൻ്റെ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി. പിന്നെ തലയിൽ ഈ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി എന്ന് പറയും, അത് അകത്ത് ഇങ്ങനെ ബ്ലഡ് തൊലിയുടെ അടിയിൽ കിടപ്പുണ്ട്. തല മുഴച്ച് വരിക എന്ന് പറഞ്ഞില്ല, അതുപോലെ അതുകൊണ്ട്. പിന്നെ ഈ പുറത്ത് എൻ്റെ തോളിനും ഒക്കെയുള്ള വേദനയും മറ്റേതായിട്ട്. അപ്പം എൻ്റെ മുഖത്തിൻ്റെ അടി കിട്ടി കണ്ണാടി പൊടിഞ്ഞു പോയി. അപ്പോൾ കണ്ണ് എനിക്കൊന്ന് ഒരു എന്താ പറയുന്നത്, എൻ്റെ കാഴ്ച ശരിയല്ലാതെ വന്നപ്പോഴത്തേക്ക് ഇന്ന് കണ്ണ് ഡൈലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോഴും. എന്തായാലും ഇതാണ് സംഭവം. ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഡോക്ടർ ശ്രീകുമാറിൻ്റെ ആവശ്യം. സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.